നമസ്കാരം, ഞാൻ നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ബ്രോക്കലി റോസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ. പിന്നെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മൾ കോളിഫ്ലവർ കൊണ്ട് നല്ല സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആരും അങ്ങനെ ചെയ്ത് നോക്കാത്ത ഒരു കറിയായിരിക്കും ഇത്. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് നമ്മൾ ചപ്പാത്തിക്കൊപ്പോ പൂരിക്കൊപ്പോ ചോറിൻ്റെ ഒപ്പം എന്തിനൊപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കറിയാണ്. ഇത് നമ്മൾ കോളിഫ്ലവർ വറുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യൽ ടേസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള കോളിഫ്ലവർ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഇത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ കോളിഫ്ലവറിൽ ചെറുതായിട്ട് പുഴുക്കളൊക്കെ കാണാറുണ്ട്. അതൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വിനാഗിരി ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ടേബിൾ സ്പൂണും ടീസ്പൂണൊക്കെ തെറ്റാണ്ടിരിക്കാൻ നോക്കുക. ഇപ്പോൾ 3 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു മൈദ എടുക്കാം. പക്ഷെ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്. ചേർത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വയ്ക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് വെക്കാം. അപ്പം എല്ലാ പൊടികളും ആ കോളിഫ്ലവറിൽ നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് ഇത് അടച്ചിട്ടൊന്ന് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതൽ എത്ര നേരം വെച്ചാലും കുഴപ്പമില്ല. മിനിമം നിങ്ങളതൊരു 10 മിനിറ്റെങ്കിലും വെക്കാൻ നോക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഇതിലേക്കായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ മിക്സിയിൽ ചാറാട്ട് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു ഈ വലുപ്പത്തിലുള്ള ഒരു 6 എണ്ണം എടുത്താൽ മതിയാവും. അപ്പം അത് നമ്മളൊരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് വെള്ളത്തിൽ നിന്ന് ഇട്ട് വെച്ചാൽ മതിയാവും. അത്ര നേരം കുതിർന്നാൽ മതിയാവും. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം നമുക്ക്. പിന്നെ നമ്മൾ പുളിക്കായിട്ട് നമ്മളിതിൽ ചേർക്കുന്നത് തക്കാളിയാണ്. 1 തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കായിട്ട് ചേർക്കുന്നത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ ഇത്രയും മല്ലിയില നമ്മൾ എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാണ്. പിന്നെ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കോളിഫ്ലവറില്ലേ, അതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി അത് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം ഇത് കോളിഫ്ലവർ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കുള്ള മസാലയും ഈ ഒരു ഓയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയേക്കാളും കൂടുതൽ നല്ലത് സൺഫ്ലവർ ഓയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ അല്ലാതെ മറ്റു ഓയിലൊക്കെ എടുക്കാൻ നോക്കാം കേട്ടോ. അതാണ് കൂടുതൽ ഇതിന് നല്ലത്. ഇനി നമുക്ക് കോളിഫ്ലവർ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുമ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലൊക്കെ വെക്കുക. ഇതിന്റെ ഒരു സൈഡ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ബ്രോക്കലി റോസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ല. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ആ ബ്രോക്കലി റോസ്റ്റ് ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ഇതുവരെ നിങ്ങൾ ബ്രോക്കലി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുകളിലൊരു കാർഡ് വരും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോളിഫ്ലവർ ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പോൾ ആ ഓയിൽ അവിടെ വെച്ചിട്ട് ബാക്കി കോളിഫ്ലവർ മാത്രം ഒന്ന് എടുത്ത് മാറ്റാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനെ വറുത്തിട്ട് നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് കഴിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ കോളിഫ്ലവർ എല്ലാം കോരി മാറ്റി കഴിഞ്ഞപ്പോൾ ഓയിൽ നമുക്ക് കുറച്ച് കുറവുള്ളതായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തം നമ്മൾ ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഓയിലിലോട്ട് കുറച്ച് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മൾ വലിയ ജീരകം എന്നൊക്കെ പറയില്ലേ, അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്, അതായത് നല്ല ജീരകം.
പിന്നെ ഒരു ബേ ലീഫും കൂടി ചേർക്കുന്നുണ്ട്. അതൊരു 2 കഷ്ണമായിട്ട് പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഈ വലുപ്പത്തിലുള്ള 2 കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് ഒരു ഏലക്കായാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാട്ടോ വെച്ചിരിക്കുന്നത്. ആൻഡ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട ഈ മസാലകളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും, പ്രത്യേകിച്ച് ഈ ജീരകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പയ്യെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് സവാള ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞ് വയ്ക്കാം. അപ്പോൾ ചെറുതായിട്ട് അരിയുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് വഴറ്റി കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ സവാള വഴറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചേർക്കണം. നമ്മൾ കോളിഫ്ലവറിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് അത് വറുത്തെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള അങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ സവാളയുടെ കളർ ഒന്ന് മാറി കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക, ലോയിലാക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സാധാ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ചേർക്കാൻ നിൽക്കരുത്. അപ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഒരു 30 സെക്കൻഡോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടില്ലേ കശുവണ്ടി, പിന്നെ മല്ലിയില, തക്കാളി ഇതൊക്കെ കൂടിയിട്ട് ആ ഒരു പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാണ്. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരണം. അപ്പം അതുവരെ നന്നായിട്ട് നമ്മളിത് വഴറ്റണം. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ മാറി എണ്ണ തെളിയണ വരെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ ചെയ്തിട്ട് ഇത് എണ്ണ തെളിയണ വരെ വഴറ്റിയെടുക്കാം. അപ്പം അങ്ങനെ നമ്മളിത് കുറച്ച് നേരമായി ഇങ്ങനെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പം ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ ഇഞ്ചിയുടെയും പിന്നെ തക്കാളിയുടെ ഒക്കെ പച്ചമണം പോയി അതൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊന്ന് വേവിച്ച് വെച്ചതാണ്. കുക്കറിലൊക്കെ ഇത് വേവിക്കുമ്പോൾ ഒരു വിസിലടിച്ചാൽ മതിയാവും. അങ്ങനെ വേവിച്ചെടുത്തതാണ്. ഇതൊരു 1/4 കപ്പോളുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ 1 മിനിറ്റോളം നന്നായി തന്നെ വഴറ്റിയെടുക്കണം. അങ്ങനെ 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പച്ചവെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ, നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ചിട്ടില്ലേ ആ കോളിഫ്ലവർ, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാണ്. അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കറിയിൽ എത്രത്തോളം ഗ്രേവി വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നമ്മൾ നേരത്തെ ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിന് വേറൊരു 1/4 കപ്പോ 1 കപ്പോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിത് ഒരു റോസ്റ്റ് പോലെയാട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതലാവാണ്ടിരിക്കാനും നോക്കണം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ നോക്കി നമ്മൾ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കുറച്ച് പച്ചമുളക് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് മുന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കിടക്കും ചെയ്യും, അധികം വാടിയിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഈ സമയത്ത് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2-3 പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം അതിനുശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് ഓപ്ഷനിലാണ്. നമ്മൾ നേരത്തെ തന്നെ ഇതിൽ മല്ലിയില ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം, കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് ചപ്പാത്തിയുടെ ഒപ്പം പൂരിൻ്റെ ഒപ്പം ചോറിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ ഇന്ന് സ്ഥിരമായിട്ട് ഒരേപോലെ കറിയൊക്കെ കഴിച്ച് മതിയായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് കോളിഫ്ലവർ ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും, വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്തേക്കണേ, അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതായത് നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.